വിവാഹം കഴിക്കുക, കിട്ടിയ സ്വർണവുമായി പറ്റിയാൽ പിറ്റേന്നു തന്നെ സ്ഥലം വിടുക, അടുത്ത ഇരപിടിക്കുക. 12 വിവാഹം കഴിച്ച് 13ാമനായി പഞ്ചായത്തംഗത്തെ പെടുത്താനുള്ള ശ്രമത്തിനിടെ പിടിയിലായ കോട്ടയംകാരി രേഷ്മയുടെ രീതി ഇങ്ങനെയാണെന്ന് പോലീസ് പറയുന്നു. എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് പോലീസിന്റെ ഉത്തരം ഇതാണ്. സ്വർണത്തിന് തീപിടിച്ച വിലയുള്ള കാലത്ത് ഒരു താലി കിട്ടിയാൽ പോലും ലാഭമല്ലേ? സാമ്പത്തിക തട്ടിപ്പാണ് ലക്ഷ്യമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതുവരെയുള്ള വിവരമനുസരിച്ച് 12 വിവാഹങ്ങൾ. 13ാമതായി നടക്കേണ്ടത് പഞ്ചായത്തംഗവുമായുള്ള വിവാഹമായിരുന്നു. വിവാഹത്തിന് ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പാണ് ആര്യനാട് പോലീസ് 2 വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മ കൂടിയായ കല്യാണ വീരത്തിയെ പൊക്കിയത്. കോട്ടയം കാഞ്ഞിരമറ്റം സ്വദേശിയാണ് ഈ 35-കാരി. മാട്രിമോണിയൽ പരസ്യങ്ങൾ വഴിയാണ് രേഷ്മ ഇരപിടിക്കുക. പ്രതിശ്രുതവരനായ പഞ്ചായത്തംഗവും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് തട്ടിപ്പ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്തംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് 29-നാണ് താൽപര്യമറിയിച്ച് ആദ്യം കോൾ വന്നത്. യുവതിയുടെ അമ്മയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സ്ത്രീ മകൾ യൂണിവേഴ്സിറ്റിയിൽ ഒരാവശ്യത്തിനായി വരുന്നുണ്ടെന്ന് അറിയിച്ചു. തുടർന്ന് യുവതിയും യുവാവും സംസാരിച്ച് വിവാഹത്തിന് ധാരണയായി. അമ്മയ്ക്ക് വിവാഹത്തിന് എതിർപ്പുണ്ടെന്ന് പിന്നീട് രേഷ്മ അറിയിച്ചപ്പോൾ എതിർപ്പ് വകവയ്ക്കാതെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് യുവാവും അറിയിച്ചു. പിന്നാലെ വിവാഹത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ജൂൺ 6-നാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത്. 5-ാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉഴമലക്കൽ പഞ്ചായത്തിലെ തന്റെ സുഹൃത്തായ വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചു. വിവാഹ ദിവസം കുളിമുറിയിൽ കുളിക്കാനെന്ന് പറഞ്ഞു കയറിയ രേഷ്മ തുടർന്ന് ബ്യൂട്ടി പാർലറിലും പോയി. പക്ഷേ വാർഡ് മെമ്പറുടെ ഭാര്യയ്ക്ക് സംശയം തോന്നി. ഇവർ കുളിമുറി പരിശോധിച്ചപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങളില്ല. രേഷ്മയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മുൻ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടെത്തി. 45 ദിവസം മുമ്പ് നടന്ന വിവാഹത്തിന്റെ രേഖകളാണ് ബാഗിലുണ്ടായിരുന്നത്. പിന്നാലെ പോലീസിനെ വിവരമറിയിച്ചു. വിവാഹത്തിന് പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ആര്യനാട് സിഐയും സംഘവും സ്ഥലത്തെത്തി രേഷ്മയെ കസ്റ്റഡിയിലെടുത്തു. മുമ്പ് നടന്ന വിവാഹങ്ങളിൽ ഒന്നിലുള്ളതാണ് രേഷ്മയുടെ കുട്ടി എന്നാണ് പോലീസ് പറയുന്നത്. മുൻ വിവാഹം മറച്ചുവെച്ച് വിവാഹം കഴിക്കുക, വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം മുങ്ങുക, ഇതാണ് പതിവ് പരിപാടി. അമ്മയുടേതെന്ന് കരുതുന്ന ഫോൺ നമ്പർ പോലീസ് പരിശോധിച്ചപ്പോഴും ട്വിസ്റ്റ്. രേഷ്മ തന്നെയാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നത്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.